സർഗപ്രതിഭയെ സൃഷ്ടിച്ച മഹാപ്രസ്ഥാനമാണ് RSS എന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. സംഘബോധത്തിൽ നിന്നാണ് സംഘജീവിതം ഉണ്ടാകുന്നത്. മാധവജി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആലുവ വെളിയത്തുനാട് അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മറുപടി പ്രസംഗം നൽകുകയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജക് ജെ നന്ദകുമാർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘപഥത്തിൽ ചലിക്കുമ്പോഴാണ് തനിക്ക് നേരെ ആക്രമണമുണ്ടായതെന്നും രാഷ്ട്രവിരുദ്ധ ആശയത്തിനെതിരായ പോരാട്ടത്തിന്റെ പോരാളി എന്ന വിശേഷണമാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയെന്നല്ലെന്നും സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. മാധവജി എന്ന സർഗപ്രതിഭയെ സൃഷ്ടിച്ച മഹാപ്രസ്ഥാനമാണ് RSS. സംഘബോധത്തിൽ നിന്നാണ് സംഘജീവിതം. ഭയപ്പെടുത്താൻ വന്നവർ ഭയന്ന് പിന്മാറിയതാണ് ചരിത്രം. രാജ്യസഭാംഗമായ സദാനന്ദൻ മാസ്റ്റർക്ക് ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ആശയത്തെ, നമ്മുടെ സമൂഹത്തെ നിർവചിക്കുകയും ജനസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുന്ന കർത്തവ്യം നേരത്തെ നമ്മൾ നടത്തുന്നുണ്ട്. അത് വിജയിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. ആ വിജയം പൂർണ്ണമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമുക്കറിയാം, മാധവജിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ തന്നെ മാധവജി എന്ന അതുല്യ പ്രഭാവശാലിയായ സർഗപ്രതിഭയായ ഒരു പ്രചാരകനെ സൃഷ്ടിച്ച മഹാപ്രസ്ഥാനത്തിന്റെ കൂടി ജന്മശതാബ്ദിയാണ്. സംഘത്തിന് 100 വർഷം തികയുകയാണ്. ആ 100 വർഷം തികയുമ്പോൾ നമ്മുടെ മുമ്പിൽ 100 വർഷം തികയ്ക്കുക എന്നുള്ളത് വലിയ ആഘോഷവേളയായിട്ടാണ് പലരും കാണാറുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ആഘോഷവേളയായിട്ടല്ല, മറിച്ച് നാം ഏറ്റെടുത്ത കർത്തവ്യത്തിന്റെ നിർവഹണത്തിന്, നമുക്ക് പിൻബലമേകുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആവിഷ്കാരത്തിന് കൂടുതൽ തെളിമയുണ്ടാക്കാൻ കഴിയുന്ന സംഘടനാ ശാക്തീകരണം, അതാണ് നമ്മൾ സ്വീകരിച്ച മാർഗം. ആ ശാക്തീകരണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഹിന്ദു സംഘടനാ പ്രവർത്തനവും ദേശീയ പ്രവർത്തനവും നടത്തിയാൽ ഇതാണ് അനുഭവമെന്ന് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ദേശീയ പ്രവർത്തനം നടത്തുന്നവർക്ക് മുന്നിൽ നിന്ന് മാഷ് നയിച്ചുവെന്ന് ജെ നന്ദകുമാർ പറഞ്ഞു. അത്തരമൊരു ഭീകരവാദ പ്രത്യയശാസ്ത്രമാണ് ആദരണീയനായ സദാനന്ദൻ മാസ്റ്ററുടെ മേലെ ഏതാണ്ട് 31 വർഷങ്ങൾക്ക് മുമ്പ് മാഷക്ക് നേരെ ഈ കൊടിയാക്രമണം നടത്തിയത്. അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെറിഞ്ഞ് ഞാൻ ആ കഥകളൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ആ സംഭവം മഹാക്രൂരമായ ഒന്നാണ്. അത്തരം ക്രൂരമായ ഒരു കൃത്യം അദ്ദേഹത്തോട് ചെയ്യാനുള്ള കാരണം അവർക്ക് വളരെ വ്യക്തമായിരുന്നു, ഇത് ചെയ്തവർക്ക് വളരെ വ്യക്തമായിരുന്നു. ഹിന്ദു സംഘടനാ പ്രവർത്തനമോ ദേശീയ പ്രവർത്തനമോ കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ തന്നെ നടത്തിയാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് എന്ത് എന്നതിൻ്റെ ഒരു താക്കീത് എന്ന രൂപത്തിലാണ് മാസ്റ്ററോട് ഈ കൊടുംകൃത്യം അവർ ചെയ്തത്. ആലുവ UC കോളേജ് ജംഗ്ഷനിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സദാനന്ദൻ മാസ്റ്ററെ സ്വീകരിച്ചനയിച്ചത്. തന്ത്രവിദ്യാപീഠം കുലപതി മണ്ണാറശാല സുബ്രഹ്മണ്യൻ നമ്പൂതിരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപാലകൃഷ്ണൻ കുഞ്ഞി, പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സദാനന്ദൻ മാസ്റ്ററെ സ്വീകരിച്ചു. തന്ത്രവിദ്യാപീഠം പ്രസിഡന്റ് ബ്രഹ്മശ്രീ ആമേട വാസുദേവൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനം, കൊച്ചി.